കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൂർത്തി മുത്തശ്ശനും വസന്തരാമൻ അനാമയ്ക്ക് കല്യാണത്തിന്റെ അന്ന് ഇടേണ്ട മാല എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് നയന അങ്ങോട്ട് കയറി വന്നത്. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ വന്ന് പൂജാരി വന്നല്ലോ എന്ന് പറയാം. ആന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ വീട്ടിൽ പൂജകളൊക്കെ നടത്തുന്ന മോളല്ലേ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ദേ ഈ മാല മോള് കൊണ്ടേ പൂജാമുറി വെക്കണമെന്ന് പറയണം. ഇത് പൂജിക്കാനുള്ളതെന്ന് പറയണം. എന്താ മുത്തശ്ശി, ഇത് അനാമിക്ക് കല്യാണത്തിന്റെ അന്ന് ഇടേണ്ട മാലയെന്ന് പറയാ. ഇത് കേട്ടതും നയന പറഞ്ഞു, അന്ന് അങ്ങനെ ആയിക്കോട്ടെ മുത്തശ്ശി എന്ന് പറയണം. പിന്നീട് നയന പറഞ്ഞു, അതെ എന്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ഇതുപോലെ ഒരു മാല തന്നെയായിരുന്നു ഞാൻ അനാമയ്ക്ക് ഇടണമെന്ന് ആഗ്രഹിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഈ മാല കേട്ട് മോൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? അതെ, ഇത് മോൾ ഡിസൈൻ ചെയ്ത മാലയെന്ന് പറയണ. അതെനിക്ക് മനസ്സിലായി മുത്തശ്ശാന്ന് പറയാ. എന്നാ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. താൻ ഡിസൈൻ ചെയ്ത മാല അനിയുടെ ഭാര്യയ്ക്ക് ഇടുകയെന്ന് പറഞ്ഞാൽ, കല്യാണത്തിന് ഇടുകയെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, ഇതാണ് മനപ്പൊരുത്തെന്ന് പറഞ്ഞ. ചിലത് അങ്ങനെയാണ്. നമ്മളൊരു കാര്യം മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഏറെ ഇഷ്ടമുള്ള ആൾക്കാരും അത് ആ കാര്യം തന്നെ മനസ്സ് വിചാരിക്കുന്നു പറയാ. പിന്നീടും മുത്തശ്ശൻ പറഞ്ഞു, അതെ കല്യാണം അടുത്ത് വരുവാ, ഡെക്കറേഷന്റെ കാര്യമൊക്കെ മോള് നോക്കണമെന്ന് പറയാ. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശാന്ന് പറയാ. എന്നാ ശരി എന്നിട്ടും ആ നയനെന്ത് ചെയ്യുക, നേരെ പൂജാമുറിയിലേക്ക് പോവാ. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ജലജ അവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സംഭാഷണമൊക്കെ കൊള്ളാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഒരു പണി കൊടുക്കണമല്ലോ എന്ന് ജലജ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും മോൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഓരോ ദിവസം വെച്ചടി ഈ കുടുംബത്തിന് ഉയർച്ച ഉണ്ടായത് അല്ലേ വസുന്ധരെന്ന് ചോദിക്കുക. അതേന്ന് മുത്തശ്ശി പറയാം. ഒന്ന് ഓർത്ത് നോക്കിയേ, അന്ന് ആ ഗണപതി വിഗ്രഹം അതാ കൃത്യസമയത്ത് തന്നെ മോടി പിടിപ്പിച്ചുകൊണ്ട് തന്ന മോളല്ലേ. പിന്നെ കല്യാണത്തിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളുടെ ആദർശിന്റെ. പക്ഷെ എങ്കില് ചേരേണ്ടതാ ചേരുവോളെന്ന് പറയുന്നേ ഇതല്ലേ എന്ന് മൂർത്തി മുത്തശ്ശൻ പറയാ. ഇത് കേട്ട മുത്തശ്ശൻ, അതൊക്കെ ശരി തന്നെയാ. ഒരു പക്ഷേങ്കില് ഈ അടുത്ത പ്രദേശത്തൊന്നും ഇത്ര നല്ലൊരു മരുമോളെ ഒരു വീട്ടിലും കിട്ടിയിട്ടുണ്ടായിരിക്കില്ലെന്നും മുത്തശ്ശൻ പറയും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തു നിന്ന ജലജയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവളെ അങ്ങോട്ട് പുകഴ്ത്തി പറയുന്നുണ്ടല്ലേ, ഒരു പണി കൊടുക്കണമല്ലോ ഇതിന് എന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് പോവാണ്. പിന്നീട് നയന നേരെ പൂജാമുറിയിലേക്ക് വരുവാണ്. പൂജാമുറി കൊണ്ടുവന്ന് മാല വെച്ചു. മാല വെച്ചിട്ട് പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ, എനിക്കാണെങ്കിൽ ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. കാത്തോടെ ഒരു നല്ല ജീവിതമായിരിക്കണം കിട്ടാൻ പോകുന്നത്. ഒരു കാരണവശാലും അനിയുടെ അനാമികയുടെ ബന്ധത്തിൽ ഒരലച്ചിലും തട്ടില്ല. കല്യാണമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നയന പ്രാർത്ഥിക്കുന്നത്. നയന പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി. ഈ സമയത്ത് ജലജ എന്ത് ചെയ്യാണ്, ജലജ പതുക്കെ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് ആ മാല അവിടെ നിന്ന് എടുത്തു. മാല അവിടെ എടുത്തോണ്ട് നേരെ ചെന്ന് തന്റെ സ്വന്തം മുറിയിലേക്ക് വന്നു. പിന്നീട് അവിടെ കനകയുടെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. ആ ബാഗിനകത്തേക്ക് ഈ മാല ഒളിപ്പിച്ചു വെച്ചു. ഇനിയാണ് കളി കാണാൻ പോകുന്നത്, ഈ ജലജയുടെ ഒറ്റകളുടെ കളി. തള്ളേനെ മക്കളെ ഇവിടെ നിന്ന് ഓടിക്കും. കാരണം തള്ളേനെ സപ്പോർട്ട് ചെയ്ത് മക്കൾ എന്താണെന്ന് പറയും. ആ സമയത്താണ് ടിസ്റ്റൊക്കെ നടക്കാൻ പോകുന്നത്. കണ്ടോ കനകയെ, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നു കഴിഞ്ഞു. ഇനി അധികം വൈകാതെ നീയും നിന്റെ മക്കളും ഈ വീടിന് പുറത്തായിരിക്കും. പിന്നീട് കാണിക്കുന്ന അനിയും അനാമികയും റെസ്റ്റോറൻറ്റിൽ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അനാമി ചോദിച്ചു, അല്ല എനിക്ക് കല്യാണത്തിന് അണിയിക്കാനുള്ള മാലയൊക്കെ പൂജിക്കാൻ വെച്ചോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അനി പറഞ്ഞു, അതൊക്കെ എപ്പോഴേ വെച്ചെന്ന് പറയാം. എന്താണെങ്കിലും നിന്റെ മുത്തശ്ശനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു മുത്തശ്ശനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്ന് പറയാം അനാമിക. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. കാരണം അവരെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ നെടും തൂണാണ്. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ നേരെ വാ നേരെ പോകുന്നത് പ്രകൃത. തെറ്റ് എവിടെ കണ്ടാലും മുത്തശ്ശൻ മോൻ നോക്കാറില്ല, അത് അപ്പം തന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അറിയാലോ, അവിടെ വന്ന് മുത്തശ്ശനും പ്രീതി പിടിച്ചിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്കറിയാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവര് നല്ലതാണോ അതോ ചീത്തയാണെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു, ഞാൻ എന്തായാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പറയണം. ഈ സമയത്ത് അനിയും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നന്ദു അവിടെ ഇരിക്കുന്നുണ്ട്. നന്ദു അനിയും പരസ്പരം നോക്കുകയാണ്. ഇത് അനാമയെ കണ്ടു. പെട്ടെന്ന് അനാമ ചോദിച്ചു, ഈ നശൂലം പിടിക്കാനായിട്ട് എവിടെ എപ്പോ വന്നാലും അവിടെ കാണൂലോ, മനഃപൂർവ്വമാണെന്ന് തോന്നേ ഇവിടെ നമ്മൾ ഈ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നേ. സ്വസ്ഥതയോടുകൂടി വന്ന് ഒരു ജ്യൂസ് കുടിക്കാലോ നോർത്ത് വന്ന ഉള്ള സമാധാനം കൂടെ പോയെന്ന് പറയാം. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അവള് മനഃപൂർവ്വം വന്നൊന്നും അല്ലാന്ന് പറയണേ. ഈ സമയം നന്ദുവിനും വല്ലാത്ത വിഷമം. ദൈവമേ, ഈ സമയത്ത് വന്നോണ്ടാണോ ഇവരെ കാണേണ്ട വന്നത്? പെട്ടെന്ന് ഇനി ഒന്നും മിണ്ടായിരിക്കുന്നത് മോശമല്ലേ അത് വിചാരിച്ചോണ്ട് നന്ദു, ആഹാ അനിയോ, അല്ല ഞങ്ങളെ ഈ സമയത്തൊന്നും ഇവിടെ വരുന്നതാന്ന് പെട്ടെന്ന് നന്ദു പറയണേ. ഇത് കേട്ടപ്പം അനി പറഞ്ഞു, ഏയ് അത് കുഴപ്പമില്ല, നിങ്ങൾ ജ്യൂസ് കുടിച്ചോളാൻ പറയണേ. അല്ല ഇപ്പൊ അനിയെ അങ്ങോട്ട് കാണാൻ പോലും ഇല്ലല്ലോ,
അനിയാണെങ്കിൽ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആയിക്കൊണ്ട് വരുമായിരുന്നു. ആ സമയത്തല്ല അനിയുടെ കല്യാണം വന്നെന്ന് ചോദിക്കാം. അല്ല, അനിയനി വരണില്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് അനാമിക പറഞ്ഞു, അനി വരും, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും വരുന്നേന്ന് പറയാ. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു ശരിയെന്ന് പറയാണ്. ഈ സമയം നന്ദുവിന്റെ കൂട്ടുകാർ പറഞ്ഞു, അവിടെ ഒട്ടും ചേരുന്നില്ല എനിക്ക്, ഇന്ന് നോക്കിയേ, നീ വേട്ടോ നല്ല പെർഫെക്റ്റ് ആയിരുന്നു പറയാം. നന്ദു പറഞ്ഞു മിണ്ടായിരിക്കുക, ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്ന് പറയാം. എന്താ നന്ദു ഇങ്ങനെയൊക്കെ പറയണ നീ? അതെ, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, കല്യാണത്തിന് എന്താ അവന് ഒരുക്കി ഇറക്കേണ്ടത് നമ്മളാന്ന് പറയാം. ഇത് കേട്ടോ നന്ദു പറഞ്ഞു അതെന്താ, അതിന് വല്ല ബ്യൂട്ടീഷ്യനൊക്കെ പോരെ, നമ്മൾ എന്തിനാ വേണ്ടെന്ന് ചോദിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആ ചടങ്ങ് ചെയ്താൽ മതി എന്ന് പറയാം. നന്ദു പറഞ്ഞ് ആലോചിക്കട്ടെ എന്ന് പറയാം ഒരു ഒഴുക്കം മട്ടില്. പിന്നീട് അനിയും നന്ദും കൂടെ പരസ്പരം നോക്കുന്നുണ്ട്. ഈ നോട്ടം അനാമിക ശ്രദ്ധിച്ചു. അനാമികയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അനാമിക പറഞ്ഞു, അനി നീ എന്തിനാ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണമെന്ന് ചോദിക്കാം. എന്താ നിനക്ക് എന്താ കുഴപ്പം? അല്ല, അവൾക്ക് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും നിന്നോട്, പക്ഷെ നിന്റെ മനസ്സിൽ നിന്ന് അവൾ പോയിട്ടില്ലയോ എന്ന് എനിക്കൊരു സംശയമില്ലായില്ല. അത് കണ്ടാണല്ലോ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നേ. നീ എന്താ അനാമിക ഇങ്ങനെ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണത്തിന് മുമ്പ് ഇത്ര സംശയമാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും തീരുന്നേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോഴും മുളയിൽ അങ്ങ് നുള്ളിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതം നല്ല സ്മൂത്ത് ആയിട്ട് പോകത്തില്ലെന്ന് പറയാം. ഇത് കേട്ട അനാമിക പറഞ്ഞു, അതെ ഞാൻ പറയുന്നതിലാണോ തെറ്റ്, നീ ചെയ്യുന്നതിലല്ലേ എന്ന് ചോദിക്കും. അനാമിക ഞാൻ വന്നിരുന്നപ്പോ തൊട്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണത്തില്ല കേട്ടോ എന്ന് പറയണം. അനാമിക ഞാനിപ്പോ ഒന്നും പറയുന്നില്ലേ എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഈ സമയം നന്ദുവിന് നല്ല വിഷമം വന്നു. കാരണം ചങ്ക് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അത് പുറമെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എനിക്ക് മനസ്സിലാവും തനിക്ക് അവന് ഇഷ്ടമാന്നുള്ള കാര്യം. ഒരു കാരണവശാലും അങ്ങനെ അറിയാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് നന്ദു അനിയുടെ മുന്നിൽ ഇങ്ങനെ ഈ അഭിനയം കാണിച്ചു വെച്ചോണ്ടിരിക്കണേ. പിന്നീട് വൈകുന്നേരം എല്ലാവരും കൂടെ പൂജാമുറിയിലേക്ക് വരുവാണ്. അപ്പൊ നയന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദേവേനയുണ്ട്, ജാനകിയുണ്ട്, മുത്തശ്ശിയൊക്കെ ഉണ്ട്. അപ്പം മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ നീ പൂജാമുറി കൊണ്ട് മാല വെച്ചില്ലേന്ന് ചോദിക്കണം. വെച്ചു മുത്തശ്ശി എന്ന് പറയും. ദേവേനിച്ചു മാല എന്തെന്ന് ചോദിക്കാം. ഈ സമയത്ത് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് മാല എടുക്കാനായിട്ട് ആ ബോക്സ് അങ്ങ് തുറന്നു. ബോക്സ് തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് മാലയില്ല. പൂജിക്കാൻ നോക്കി കഴിയുമ്പോ എന്റെ ഭഗവാനെ ഇതിനകത്ത് മാല എന്ത്, ഇതിന് മായയായി പോയോ? പെട്ടെന്ന് മുത്തശ്ശി ഇതിനകത്ത് മാല കാണുന്നില്ലെന്ന് പറയാ. മാല കാണുന്നില്ലേ? നീ ഇതെന്താ പറയണേ? ഇല്ല മുത്തശ്ശി, മാല ഇതിനകത്തില്ലെന്ന് പറയാം. നീ ഒന്നുകൂടെ നോക്കിയാ മോളെ എന്ന് പറയാം. പക്ഷെ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. ആകെപ്പാടെ വെപ്രാളമായി. ദേവേന് പറഞ്ഞു, എന്റെ അമ്മ എന്തിനാ ഇതൊക്കെ അവളുടെ കൊടുത്തേ എന്ന് ചോദിക്കാം. അല്ല അത് കൊടുത്തോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? അതുകൊണ്ടല്ലേ ആ സാധനം ഇപ്പൊ കാണാതെ പോയെന്ന് പറയാം. ജാനകി നീ എല്ലായിരുന്നോ അനാമികയുടെ അമ്മായിമ്മ, നീ എല്ലായിരുന്നോ അത് മേടിച്ചു വെക്കട്ടെ? അത് ഇവളെ പോലെ ഒരു പെണ്ണിന്റെ കൊടുത്ത് സൂക്ഷ്മതയിലും ഒന്നുമില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ, കൊണ്ട് കളഞ്ഞ കണ്ടില്ലേ എന്ന് ചോദിക്കുക. ഈ സമയം വസുദേവ നീ ഒന്നും ടെൻഷൻ അടിക്കാതിരിക്കുക ദേവേനി, നീ എന്തിനാ ഇങ്ങനെ ഇറന്ന് ചാടിക്കടിക്കുന്നേ? മാല കിട്ടൂന്ന് പറയണ, അതെവിടെ പോവാനാ? ഈ വീട് വിട്ട് ഒരിടത്ത് പോകത്തില്ലെന്ന് പറയാ. പെട്ടെന്ന് ദേവേനി ഇങ്ങോട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ. നയനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നയനോട് മുത്തച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാലും മോൾ അത് എടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. കാരണം മോളുടെ സൂക്ഷിക്കാൻ തന്നതല്ലേ, ഇനിയിപ്പോൾ അത് കാണാതെ പോയാലും മോളെ എല്ലാവരും പഴിചാരുള്ളൂ. അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കണമെന്ന് പറയാം. നയനക്ക് വല്ലാത്ത വിഷമായി. നയന അവിടെ ഇരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ആദർശ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആദർശിന്റെ അടുത്തേക്ക് നയന എന്നിട്ട് അതെ പൂജിക്കാൻ വെച്ച മാല കണ്ടില്ലെന്ന് പറയാ. മാല കണ്ടില്ലേ? അത് പിന്നെ അവിടെ പോയി അറിയില്ല ആദർശേട്ടാ, അവിടെ വെച്ച പൂജാമുറി വെച്ചാന്ന് പറയാ. ആകെപ്പാട് ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. തേമേ ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിൽ അത് മതി, അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട്. ഈ സമയത്ത് കനകയും അഭിയും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നു. കനക ചോദിച്ചാൽ എന്താന്ന് ചോദിക്കാം. ദേവേനെ പറഞ്ഞ് പൂജിക്കാൻ വെച്ച മാല കണ്ടില്ലെന്ന് പറയാം. മാല കണ്ടില്ലേ? ജലജി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അഭിനയിക്കുകയാണ്. അപ്പോഴാണ് കനകയും നവിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഹാളിൽ എല്ലാവരും ഉണ്ട്. ഈ സമയത്ത് ജലജ പറഞ്ഞു, മാല കണ്ടില്ലെങ്കിൽ അത് വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കുമല്ലോ, പുറത്തൊന്നും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? വീട്ടിലുള്ളവരായിരിക്കും ആ മാല എടുത്തതെന്ന് പറയാം. ഇപ്പം നമ്മളല്ലാതെ പുറത്തുനിന്നുള്ള വേറെ ചിലർ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ എന്ന് പറയാണ്. ഇത് കനകനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് കനക ശരിക്കും മാലയുടെ കാര്യം അറിയുന്നത് തന്നെ. കനക അതിനെക്കുറിച്ച് അറിയത്ത് പോലും ഇല്ലായിരുന്നു. കനകയ്ക്ക് വല്ലാത്ത ടെൻഷനായി. കനക നയനോട് ചെന്താ മോളെന്ന് ചോദിക്കുക. അമ്മേ അനാമയ്ക്ക് കൊടുക്കാനുള്ള മാല ഞാൻ പൂജാമുറി വെച്ചാ പൂജിക്കാനായിട്ട്, അത് കാണുന്നില്ലെന്ന് പറയാം. എന്റെ ഭഗവാനെ ഇനിയിപ്പോ എന്ത് ചെയ്യും? കനയ്ക്കും വല്ലാത്ത വിഷമായി. പുറത്തുനിന്നുള്ള താൻ മാത്രമേ ഉള്ളൂ, എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജലജ ആദ്യം തന്നെ കുറ്റപ്പെടുത്തോളെന്ന് കനയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് ജലജ പറഞ്ഞു, അതെ എവിടെയാണെന്നത് അന്വേഷിക്കണം എന്ന് പറയാം. അല്ലെങ്കിലും അനിയുടെ കല്യാണത്തിന് ഓരോ തടസ്സങ്ങളാണല്ലോ ആദ്യം മുതൽ വരുന്നതെന്ന് പറയാം. ഇത് കേട്ട മുത്തശ്ശൻ, നീ എന്താ അങ്ങനെ പറഞ്ഞ? അല്ല ആദ്യം തന്നെ അറിയാലോ, ക്ഷേത്രത്തിൽ പോയപ്പോഴും കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞതെന്ന് പറയാം. ഈ സമയം ദേവേന് പറഞ്ഞു, എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും ശരി ഈ വിവാഹം നടക്കണം,
ആ മാല കിട്ടണമെന്ന് പറയാ. പെട്ടെന്ന് ജലജ പറഞ്ഞു, മാല മിക്കവാറും എടുത്തേക്കുന്ന ഈ വീട്ടിലുള്ളവർ തന്നെയാ. അതിന് ചാൻസ് ഉണ്ട്. പുതിയതായിട്ട് ചിലരൊക്കെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയുള്ള സംഭവവാസങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലോ എന്ന് പറയാം. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നീ ആരോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ, നിന്റെ മനസ്സിൽ ആരോ ഉണ്ടല്ലോ എന്ന് പറയണം. ജലജ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ജലജെ, നീ കാര്യം അറിയാ സംസാരിക്കരുത്. നമുക്ക് വ്യക്തമായ തെളിവ് കിട്ടാത്ത സാധനം കിട്ടാൻ നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാം. പിന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കാനാണെങ്കിൽ അറിയാതെ ആരെയും തെറ്റിദ്ധരിക്കേണ്ടതെന്ന്. ആറ്റിങ്ങൽ ജ്വല്ലറിന്ന് ഒരു മാല മോഷണം പോയി. അവിടെയുള്ള സ്റ്റാഫിനെ എല്ലാം സംശയിച്ചു. അവസാനം CCTV നോക്കി കഴിഞ്ഞപ്പോഴാണ് നിന്റെ മകൻ തന്നെ അത് എടുത്തതെന്ന് മനസ്സിലായത്. ഈ സമയം പെട്ടെന്ന് തന്നെ ജലജ പറഞ്ഞു, അതേ അത് പിന്നെ അന്ന് പിന്നെ അന്ന് അഭയ മാല എടുത്ത് കഴിഞ്ഞപ്പോ അത് പറയാൻ വിട്ടുപോയതല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ ജൂലിയുടെ മേൽനോട്ട് അവന് വേണ്ടാന്ന് വെച്ചത്. മനസ്സിലായില്ലേ? കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കട്ടിട്ടുണ്ടെങ്കിലേ പിന്നെ അവനെ വീട്ടിൽ നിർത്താൻ കൊള്ളുമെന്ന് ചോദിക്കുക. ഇത് കേട്ട് അബിയുടെ മുഖം കൊണ്ട് പറയും. അബി പറഞ്ഞു, അതെ ഞാൻ ഈ വീട്ടിലൊരു മാല എടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയണേന്ന് പറയാം. ജലജ പറഞ്ഞു, പിന്നെ എന്ത് വന്നാലും എന്റെ മോന്റെ തലയിലേക്ക് എല്ലാരും കേറിയാൽ മതിയില്ലെന്ന് പറയാം. ഈ സമയം അബിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി അമ്മ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ? കാരണം അമ്മ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. ദേവേന് പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, 10 പവന്റെ താലിമാലയാ, ആ താലിമാല കിട്ടിയിരിക്കണം എന്ന് പറയാം. ഈ വീട്ടിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും എടുത്ത് അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം എന്ന് പറയാം. ജലജ പറഞ്ഞു, 10 പവന്റെ താലിമാല പോലും ഇവിടെ അബിക്കോ അബിയുടെ ഭാര്യയ്ക്കോ ഒന്നും ആർക്കും ഇതുവരെ ഇത്രയും വലിയപ്പോൾ മാലയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെയാണ് അവക്ക് നാളെ കയറി വരാൻ പോകുന്ന അവക്ക് 10 പവന്റെ താലിമാല പോലും. അങ്ങനെ അവൾ 10 പവന്റെ താലിമാല ഇട്ട് സൂയിക്കണ്ട. പിന്നെ അത് മാത്രമല്ല, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ അനാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. അത് മാത്രമല്ല, കനകേനെ ഈ വീടിന് പുറത്താക്കുകയും ചെയ്യാം. അങ്ങനെ ജലജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പം നമ്മളിവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എല്ലാവരും ഒന്നുകൂടെ പോയി അന്വേഷിക്കുക. നയനമോളെ നീ ഒന്നുകൂടെ ഒരു കാര്യം ചെയ്യുക, പൂജാമുറി പോയി നോക്കാൻ പറയണം. നയന ഒന്നുകൂടെ പോയി നോക്കി, അവിടെ എല്ലാം അരിച്ചു പെറുക്കിയിട്ട് കിട്ടിയില്ല. തിരികെ വന്നിട്ട് പറഞ്ഞു, ഇല്ല മുത്തശ്ശ അവിടെ ഇല്ലാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, എല്ലായിടത്തും നമുക്ക് പോയി അന്വേഷിക്കാന്ന് പറയണം. എല്ലാരും പോയി നോക്കാൻ പറയണം. ഈ സമയത്ത് മുത്തശ്ശ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ആദർശ, ആ CCTV കൂടെ അങ്ങോട്ട് നോക്കിയേക്കാൻ പറയാണ്. ആദർശ പറഞ്ഞു, ശരി മുത്തശ്ശാന്ന് പറയാം. അങ്ങനെ എല്ലാരും കൂടെ അങ്ങ് നോക്കാൻ പോയി. ഈ സമയത്ത് നയനയ്ക്ക് വല്ലാത്ത വിഷമം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് മുറിയിലേക്ക് വന്ന ആദർശ CCTV ദൃശ്യങ്ങൾ നോക്കുവാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ട് ഒന്നും കണ്ടില്ല. പനി വന്നു ചോദിച്ചു, എന്തെങ്കിലും കിട്ടിയ ഏട്ടാ? ഇല്ലാന്ന് വേണ്ട. അതെ, ഈ കല്യാണം തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഈ കല്യാണം കുറിച്ചപ്പോൾ തന്നെ, മുഹൂർത്തം കുറിച്ചപ്പോൾ തന്നെ ഓരോ തടസ്സങ്ങൾ ഉണ്ടാകുന്ന. ക്ഷേത്രത്തിൽ പോയി അവിടെ തടസ്സം, ഇവിടെ തടസ്സം, മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണല്ലോ ആദർശേട്ടെന്ന് പറയാം. അല്ല എന്താ നീ ഉദ്ദേശിച്ചേ? അല്ല ഞാൻ പറഞ്ഞതാ, ഇങ്ങനെയാണ് കല്യാണത്തിന് ശേഷം എന്തായി തീരുമെന്ന് ചോദിക്കോ? നീ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ നിനക്ക് ഇപ്പൊ കല്യാണം വേണ്ടാന്നുണ്ടോ? അല്ല ആദർശേട്ടാ, അതെ ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, മാലയല്ലേ, അതൊന്നും കുഴപ്പമില്ല, കല്യാണത്തിനൊന്നും ഒരു മുടക്കം ഉണ്ടാവില്ല, കൃത്യസമയത്ത് തന്നെ കല്യാണം നടക്കണം. എന്നാലും അതായിരിക്കും ആദർശേട്ടാ ആ മാല എടുത്തേ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നയനയുടെ അമ്മയൊന്നും എടുക്കാൻ പോകുന്നില്ല ആ മാല. എനിക്ക് തോന്നുന്നേ അപ്പച്ചിയും അഭിയായിരിക്കും അനി പറയാണ്. അല്ലെങ്കിൽ അവരല്ലാതെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഈ വീട്ടിൽ ചെയ്യാനായിട്ട് ആരുമില്ല. ഉറപ്പായിട്ടും അവരായിരിക്കും ഇതിന്റെ പിന്നീടെന്ന് പറയാം. ആദർശം നമ്മൾ കണ്ടില്ലല്ലോ, ആരെടുത്തൊന്നും അറിയത്തില്ലല്ലോ. പക്ഷെ കണ്ടു കിട്ടിയാൽ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഈ സമയം കനക പറയാം, കുറച്ച് സമയം കൂടെ തപ്പിയിട്ട് കണ്ടില്ലെങ്കിൽ നിനക്കിട്ടുള്ള വഴി ഞാനായിട്ട് തന്നെ ഒരുക്കി തരും. കണ്ടു, നിന്റെ ബാഗിൽ നിന്ന് തന്നെ മാല എടുക്കും കനകെ, നീ കാത്തിരുന്നോളം പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.